Hello everyone, welcome to a new episode of 365 Days of English. I am Shruti. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാനിനെ പറ്റിയിട്ടാണ്. എന്താണ് ക്യാൻ? ഒരു കഴിവ്. പലർക്കും പല കഴിവുകൾ ഉണ്ടാവും അല്ലേ? I can say that I am a teacher and I can teach. എനിക്ക് പഠിപ്പിക്കാൻ കഴിയും. അതുപോലെ അവൾ നന്നായി പാട്ട് പാടും. അവൾക്ക് നന്നായി പാട്ട് പാടാൻ കഴിയും എന്നെങ്ങനെ പറയും? She can sing beautifully. He can speak 3 languages fluently. അവന് 3 ഭാഷകൾ നന്നായി സംസാരിക്കാൻ കഴിയും. ഓക്കെ, ഇപ്പം നമ്മൾ 8 ഹെഡ്സ് പഠിച്ചു. ആരൊക്കെയായിരുന്നു? ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ് ആൻഡ് ടോം. അപ്പം ഈ 8 പേരുടെ കൂടിയും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, ടോം ക്യാൻ, ദേ ക്യാൻ, വി ക്യാൻ, ഷീ ക്യാൻ, ഇറ്റ് ക്യാൻ, ഹി ക്യാൻ, ഐ ക്യാൻ, യു ക്യാൻ. ഓക്കെ, ആർക്ക് എന്ത് കഴിവുണ്ടോ അത് പറയാനായിട്ട് നമുക്ക് അവരുടെ കൂടെ ക്യാൻ യൂസ് ചെയ്തിട്ട് പറയാം. She can swim. അവൾക്ക് നീന്താൻ കഴിയും. ഓക്കെ, we can go for a movie tomorrow. നമുക്ക് നാളെ ഒരു മൂവിക്ക് പോകാം. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് പഠിച്ചു. അപ്പം കഴിയില്ല എന്നാണെങ്കിലോ നമ്മൾ മുന്നേ പഠിച്ച പോലെ അപ്പുറത്തൊരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. ലൈക്ക് കനോട്ട്. ഐ കാൺ സിങ്. എനിക്ക് പാടാൻ കഴിയില്ല. കനോട്ടിൻ്റെ കോൺട്രാക്ഷൻ ആണ് കാൺ. സോ ഐ കാൺ സിങ്. ഐ കാൺട്ട് ടീച്ച് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയില്ല. ഷീ കാൺ സ്പീക്ക് 3 ലാംഗ്വേജസ്. അവൾക്ക് 3 ഭാഷകൾ സംസാരിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ എന്ത് കാര്യം കഴിയില്ല എന്നാണെങ്കിൽ കാൺ യൂസ് ചെയ്താൽ മതി. കഴിയും ക്യാൻ, ഐ ക്യാൻ. കഴിയില്ല കാൺ. നമ്മൾ പറയാറുണ്ട് ഐ കാൺ ലിവ് വിത്തൗട്ട് യു. ഓക്കെ, ഒരു കാര്യം നമ്മളെ കൊണ്ട് കഴിയില്ലെങ്കിൽ അത് കാൺ യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യാം. ഇനി അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം. നിങ്ങൾക്കത് കഴിയുമോ, നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമോ എന്ന് ചോദിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ക്യാൻ എടുത്ത് ഫ്രണ്ടിലിട്ടാൽ മതി. ഓക്കെ, ക്യാൻ യു, ക്യാൻ ഹി, ക്യാൻ ഷീ ഡാൻസ്. അവൾക്ക് ഡാൻസ് കളിക്കാൻ കഴിയുമോ? അവൾ ഡാൻസ് ചെയ്യൂ. ക്യാൻ യു സിങ്? നിനക്ക് പാടാൻ കഴിയുമോ? ക്യാൻ യു ടീച്ച് ഇംഗ്ലീഷ്? നിനക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കഴിയുമോ? ക്യാൻ യു പ്ലീസ് കം വിത്ത് മീ? നിനക്ക് എൻ്റെ കൂടെ വരാൻ കഴിയുമോ? ഓക്കെ, ഒരാളോട് ഒരു കാര്യം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ ജസ്റ്റ് ക്യാൻ ഫസ്റ്റ് ഇടുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. ക്യാൻ യു, ക്യാൻ ഹി, ക്യാൻ ദേ, ക്യാൻ ടോം. ഒരു പേരാണെങ്കിലും ക്യാൻ ടോം സ്വിം? ടോമിന് സ്വിം ചെയ്യാൻ കഴിയുമോ? ഓക്കെ, അപ്പം ഒരു കാര്യം ചെയ്യാൻ കഴിയും, കഴിയില്ല, അത് എങ്ങനെ ക്വസ്റ്റ്യനായി ചോദിക്കും എന്നും പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ബൈ ബൈ.